ഞാൻ ഇതുവരെ പറഞ്ഞ എൻ്റെ എല്ലാ ഇൻട്രസ്റ്റ് ഐ എം ട്രൈങ് നോട്ട് ടു റിപ്പീറ്റ് മൈസെൽഫ് അഗൈൻ. ദ ഫാക്ട് ഈസ് ദാറ്റ് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളിലും ഞാൻ ഉറച്ചു നിൽക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ അതെല്ലാം ശരിയായിരുന്നു. ഇതൊരു അഗൈൻ ഞാൻ ആദ്യം പറഞ്ഞൊരു പോപ്പുലർ ഒപ്പീനിയൻ അല്ലാത്തതുകൊണ്ട് കുറച്ച് പേർക്ക് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടാവും. എന്നെ സംബന്ധിച്ച് ഞാൻ ഒരിക്കലും ഒരു എൻ്റെ റിയാക്ഷൻ ലൈക്ക് ഒരു നമ്മൾ ടു ദി മാറ്റർ പോയിന്റ് പറയുകയാണെങ്കിൽ ഒരു സിനിമ റിലീസായി സിനിമയുടെ റിവ്യൂ ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഒരാൾ വിളിച്ച് തെറി പറഞ്ഞെന്നോ അല്ലെങ്കിൽ ഒരാളെ ജോലി കളഞ്ഞെന്നോ അങ്ങനെയൊന്നുമില്ല. നമ്മൾ ഒരാളെ വിളിച്ചിട്ട് ഒരാളെ ജോലി കളയാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. നമ്മൾ ഒരാളെ വിളിച്ച് തെറി പറഞ്ഞിട്ടുണ്ട് ബിക്കോസ് അയാൾക്ക് ആ ഭാഷ മനസ്സിലാവുള്ളൂ എന്ന് എനിക്കൊരു പോയിന്റ് കഴിഞ്ഞ് മനസ്സിലായി. പ്രോബ്ലം എന്ന് വെച്ചാൽ പക്ഷേ അതിനകത്തൊരു ക്ലാരിറ്റി വരുത്താൻ ചോദിക്കാം. ആ ഫോൺ സംഭാഷണത്തിൽ അയാൾ സത്യത്തിൽ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണോ എന്ന് പറഞ്ഞൂടാ നിശബ്ദനാകുന്നത്? അതാ ഞാൻ പറഞ്ഞത് തന്നെ. ഞാൻ പിന്നീടാണ് മനസ്സിലാക്കിയത് എനിക്ക് പുള്ളിയോട് ഭയങ്കര ഇപ്പോൾ സഹതാപം. ഒരു പോയിന്റ് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ എന്നെ ചുറ്റിപ്പറ്റി ഇയാളെ പറഞ്ഞ തമാശകൾ ഒരുപാട് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് ഞാൻ കൂടുതൽ ഇയാളെ കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ പുള്ളി വളരെ സ്നേഹത്തോടെ എല്ലാവരോടും പറഞ്ഞ് ഞാൻ അരി മേടിക്കാനാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോൾ ഒരു പോയിന്റ് കഴിഞ്ഞാൽ യു കാൺ ഹെൽപ്പ് ഇറ്റ്. ഒരാളെ ഇപ്പോൾ ഞാനും സിനിമകൾ അഭിനയിക്കുന്നത് അരി മേടിക്കാൻ തന്നെയാണ്. എൻ്റെ തെറി കൊണ്ട് ഇയാളുടെ വീട്ടിൽ കുറച്ച് കൂടുതൽ അരി മേടിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ആ വീട്ടിൽ അച്ഛനുണ്ടാവും, അമ്മയുണ്ടാവും, അയാൾക്ക് ഭാര്യയും കുട്ടികളും വീട്ടുകാരും എല്ലാവരും ഉണ്ട് ഞാൻ വിശ്വസിക്കുന്നു. ഇവർക്ക് എല്ലാവർക്കും ഉണ്ണിമൂന്നിൻ്റെ ഒരു തെറി കാരണം അരി മേടിച്ച് ഊണ് കഴിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ എം വെരി ഹാപ്പി അബൌട്ട് ഇറ്റ്. പുള്ളി അതിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്തതെന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഞാനൊരു സ്ഥലത്ത് നിന്ന് ഒച്ചപ്പാടും ബഹളം യെസ് ലെറ്റ് മീ ഫിനിഷ്. ഞാൻ ഒച്ചപ്പാടും ബഹളം വെച്ച് നിൽക്കുമ്പോൾ ഇയാൾ ഭയങ്കര ശരിയാണ് എനിക്ക് തോന്നി ഇത്രയും തെറി കേട്ടിട്ട് ഇയാൾക്ക് എന്താ ദേഷ്യം വരാത്തതെന്ന് പറഞ്ഞപ്പോൾ അയാളവിടെ ക്യാമറയുടെ മുന്നിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ക്യാമറ ഓൺ ആയി കഴിഞ്ഞാൽ എല്ലാവരും അഭിനയിക്കും എന്നാണ് ഞാൻ മനസ്സിലായത്. എൻ്റെ വ്യക്തി ജീവിതത്തിൽ ഞാൻ അഭിനയിക്കാറില്ല. എനിക്ക് റോങ്ലി എന്നെ ഒരു സ്ഥലത്ത് പോർട്രേ ചെയ്യുമ്പോൾ അതും കുട്ടികളെ വെച്ച് സിനിമ പ്രൊമോട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ കറുപ്പും ധരിച്ച് ഹാർഡ് മാർക്കറ്റിംഗ് ചെയ്യുന്നു. ഇതൊക്കെ എന്താണ് സാധാരണഗതിയിൽ ഒരു സിനിമയിൽ വസ്ത്രങ്ങളിപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു പ്രേമം അല്ലെങ്കിൽ ഒരുപാട് വലിയ സിനിമകളിൽ ആ സിനിമയുടെ പ്രൊമോഷണൽ സ്ട്രാറ്റജി ആ സിനിമയിലെ ടോപ്പ് ഡ്രസ്സും അതൊക്കെ വെച്ചിട്ട് പണ്ടും നടന്നിട്ടുണ്ട്. ഞാനെപ്പോഴും പറഞ്ഞു ഞാൻ ഭയങ്കര കൗതുകത്തോടെ പറഞ്ഞ സംഭവമാണ്. എനിക്ക് ആകെ ഒരു കറുപ്പ് ഡ്രസ്സേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാനിപ്പോൾ എനിക്കൊരു ബ്ലാക്ക് ഡ്രസ്സ് ഇടാൻ പറ്റാത്ത അവസ്ഥയാണ് ബിക്കോസ് മുടി നീട്ടി വളർത്തി ഉണ്ണിമൂന്ന് നടക്കുന്നു. എൻ്റെ 4 സിനിമയിൽ ആ ഗെറ്റപ്പ് ഉണ്ട്. ആ ഗെറ്റപ്പ് നമ്മളല്ല ഫിക്സ് ചെയ്യുന്നത്. പടത്തിൻ്റെ ഡയറക്ടറും ക്രിയേറ്റീവ് ടീമാണ് പറയുന്നത് ഈ ക്യാരക്ടർ എങ്ങനെയാണ് സെറ്റാവുക. ഇവർക്ക് നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിനോടും എതിർപ്പ്. ഒരു സിനിമയ്ക്ക് 5 റിവ്യൂ എന്തിന്? നിങ്ങൾക്ക് ഇത്രയും ഈ സിനിമ പ്രൊപ്പഗണ്ട സിനിമയാണെങ്കിൽ നിങ്ങൾ എന്തിനാണ് അതിനെ പ്രൊമോട്ട് ചെയ്ത് ഇത്രയും? നിങ്ങൾ മോണിറ്റൈസ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ അത് വെച്ച് പൈസ ഉണ്ടാകും, നിങ്ങൾ അരി മേടിക്കുന്നുണ്ട്. പിന്നെ ഞാൻ മനസ്സിലാക്കിയ പുള്ളിയുടെ ഒരു മൊത്തത്തിലൊരു സ്റ്റഡി ചെയ്ത് നോക്കിയപ്പോൾ ഈ കൈൻഡ് ഓഫ് എന്താ പറയുക അങ്ങനെയാണ് ജീവിച്ചു പോകുന്നത്. പിന്നെ ആ പോയിന്റിൽ എനിക്ക് എൻ്റെ എന്താ പറയുക ഒരു ഇമോഷണൽ ഹൈ കാരണം ഞാൻ ഇയാൾ പിന്നെയും വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇയാൾ പിന്നെ അതിൻ്റെ ചെറിയൊരു ക്ലിപ്പ് വിട്ടിട്ടുണ്ട് ഞാൻ അങ്ങോട്ടേക്കും. പക്ഷെ അതൊന്നുമില്ല, ഞാൻ വ്യക്തമായിട്ട് പുള്ളിയോട് പറഞ്ഞത് നിങ്ങളിപ്പോൾ വരുത്തി തീർക്കുന്ന ഉണ്ണിമൂന്നിന് ഒരു വർഗീയവാദിയും നിങ്ങളൊരു ഹിന്ദുത്വ അജണ്ടയുടെ ഫ്ലാഗ് ബിയർ എന്ന രീതിയിലുള്ള വർത്തമാനങ്ങൾ ശരിയല്ല. ബിക്കോസ് ഞാൻ അങ്ങനെ ഒരു സിനിമ അങ്ങനെ കാണുന്നില്ല, എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അപ്പോഴാണ് പുള്ളിയും പറയുന്നത് സോറി. അതും ഒരു ഫസ്റ്റ് ഫോൺ കോളിനേക്കാളും നീണ്ടു നിൽക്കുന്ന ഫോൺ കോളായിരുന്നു. മനസ്സിലായോ? സോ ഇറ്റ് ഈസ് ഒരു കൺവീനിയൻസ് ആണ്. ഇപ്പോൾ ഞാൻ ഇത്രയും കൂളായിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കണമെന്ന് വെച്ചാൽ എൻ്റെ ലൈഫിൽ ഞാൻ ഒരുപാട് തെറി പറഞ്ഞിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഒരുത്തൻ എന്ന രീതിയിൽ മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. അതൊരു സ്ലിപ്പല്ല, ടങ് സ്ലിപ്പല്ല. ഇറ്റ്സ് നോട്ട് എ ടങ് സ്ലിപ്പ് ആൻഡ് ഓൾ. ഇറ്റ് ഈസ് വെരി ഡയറക്റ്റ് ആൻഡ് ഐ റിയലി മെൻറ്റ് വാട്ട് ഐ സെഡ്. തിങ് ഈസ് ദാറ്റ് ഞാൻ പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ ഞാൻ പറഞ്ഞ രീതി എനിക്ക് ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ നിങ്ങൾ ഒരു പോയിന്റിൽ ശരിയാണ്. ഒരാൾ ഭയങ്കര ദേഷ്യപ്പെടുന്നു, ഒരാൾ ഭയങ്കര കൂളായി നിൽക്കുമ്പോൾ ദേഷ്യം വരുമല്ലോ. പിന്നീട് ഞാൻ നോക്കിയപ്പോൾ ഇത് മാരകമായ ക്യാമറയും സെറ്റപ്പ് വെച്ചിട്ട് അവർ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു, നമ്മളിവിടെ റിയലായിട്ട് തെറി പറഞ്ഞപ്പോൾ ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നത് എങ്ങനെ അയാൾക്ക് ഇത്രയും തെറി കേട്ടുകൊണ്ടിരിക്കാൻ സാധിച്ചു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ബിക്കോസ് ഓഫിൽ ഇതിപ്പോൾ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ എനിക്ക് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഉണ്ണിമൂന്ന് തെറി പറയുന്നുണ്ട്, ഉണ്ണിക്ക് തെറി പറയാൻ അറിയാമെന്ന് കുറച്ച് 4 പേര് അറിഞ്ഞു. ശരി, ഞാനും അക്സെപ്റ്റ് ചെയ്തു. ഞാനും ഇടയ്ക്ക് തെറി പറയാറുണ്ട്, ആവശ്യമുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മളത് മാറ്റി വെച്ചിട്ടുണ്ട്. ബട്ട് ദാറ്റ്സ് നോട്ട് ദ വേ ഐ ലുക്ക് അറ്റ് ലൈഫ്. ദാറ്റ്സ് ബിക്കോസ് നിങ്ങൾ മനസ്സിലായി അതിൽ ഈ പുള്ളിക്കാരൻ പറയുന്നുണ്ട് ഈ വീഡിയോ ഞാൻ പുറത്ത് വിടുവാണെങ്കിൽ നിങ്ങളുടെ കരിയർ എന്തായിരിക്കും, ഉണ്ണിമൂന്ന് എന്തായിരിക്കും എൻ്റെ കരിയർ? 12 വർഷം ഞാൻ ഭയങ്കരമായ സിനിമകൾ ചെയ്തൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. പക്ഷെ 12 വർഷം ഒരാൾ സത്യസന്ധമായിട്ട് ജോലി ചെയ്തതിൻ്റെ ഏതൊരുത്തൻ വന്നിട്ട് ഇങ്ങനെ പച്ചയ്ക്ക് ബ്ലാക്ക് മെയിൽ ചെയ്യുമ്പോൾ അത് പേടിച്ച് പോയി അയ്യോ എന്നെ ഒന്നും ചെയ്യല്ലേ ഞാൻ പേടിച്ച് പോയി എന്ന് പറയേണ്ടതാണോ ചെയ്യേണ്ടത്?
എസ്പെഷ്യലി എന്നെ പോലെ എൻ്റെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് എനിക്ക് അങ്ങനത്തെ ഒരു ചിന്ത പോലും പോയിട്ടില്ല. ഐ തിങ്ക് ദാറ്റ് വാസ് ദ ലീസ്റ്റ് ദാറ്റ് ഐ കുഡ് ഡു. എൻ്റെ പേടിയെന്ന് വെച്ചാൽ ഞാൻ ഇതിനെക്കാളും മോശപ്പെട്ട രീതിയിൽ ഡീൽ ചെയ്തില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ എന്നെക്കുറിച്ച് എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമല്ലോ. നിങ്ങൾ പറയുന്നത് എൻ്റെ കൺട്രോൾ വിട്ടുപോയെന്നാണ്. എൻ്റെ കൺട്രോൾ ഒരിക്കലും വിട്ടിട്ടില്ല ഞാൻ വിശ്വസിക്കുന്നത്. ബിക്കോസ് എൻ്റെ പ്രായത്തിൽ ഐ കുഡ് ഹാവ് ഡൺ ടു മെനി തിങ്സ്. എനിക്ക് കിട്ടിയ സജഷൻസ് ഒരുപാടാണ്. എന്തിനാണ് ഉണ്ണി ഡയറക്ടറിന് പോലെ ആവുന്നത്? ഒരു കുഞ്ഞു പോലെ അറിയാതെ അവിടെ നിന്ന് നമുക്ക് രണ്ടെണ്ണം പൊട്ടിക്കാമല്ലോ, ഇങ്ങനെയും പറഞ്ഞിട്ട്. ഒരു സിനിമാ നടൻ എന്ന നിലയിൽ എനിക്ക് അതാണ് കുറച്ചും കൂടി കൺവീനിയൻ്റ് എന്ന് ചിന്തിച്ചിട്ട് ഞാൻ ഒരാളെ വിട്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും ആരും അറിയില്ല, ഏത് ഫോൺ കോൾ ആരോ പോയി പുള്ളി പറയുന്നുണ്ട് എന്നെ ആരോ തട്ടും മുട്ടും എന്നൊക്കെ. അപ്പോൾ പുള്ളി മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഈ ഭൂമിയിൽ എല്ലാവരും ജീവിക്കുന്നവർ തന്നെയാണ്. ദാറ്റ് ഈസ് നിങ്ങളുടെ കയ്യിലൊരു പ്ലാറ്റ്ഫോം ഉണ്ട്. നിങ്ങൾ വന്നിട്ട് മറ്റുള്ളവരുടെ ജീവിതത്തിൽ കയറി കമൻറ്റ് പറഞ്ഞ് ജീവിക്കുകയാണ്. യു ലുക്ക് അറ്റ് യുവർ സെൽഫ്. നിങ്ങൾ എന്നെക്കുറിച്ച് ഒരുപാട് പറഞ്ഞു. യു ലുക്ക് അറ്റ് യുവർ സെൽഫ്. വാട്ട് ആർ യു? നിങ്ങൾ ജീവിക്കുന്നത് എങ്ങനെയാണെന്ന്. ഒരു 10 വർഷം അപ്പുറത്ത് ഈ ആപ്ലിക്കേഷൻ ഡൗൺ ആയി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളുടെ വീട്ടുകാർക്ക് എപ്പോഴെങ്കിലും ചോദിക്കണം, നിങ്ങളുടെ വീട്ടുകാരോട്. നിങ്ങളുടെ അതേ പ്രായത്തിൽ, അല്ലെങ്കിൽ മേ ബി ഞാൻ നിങ്ങളെക്കാളും പ്രായം കൂടുതലായിരിക്കും, നിങ്ങൾ അതേ പ്രായത്തിലുള്ള ഒരാളാണ് ഞാൻ പണിയെടുത്തിട്ട് ആൾക്കാരുടെ മുന്നിൽ വന്ന് ചോദ്യത്തിന് ഉത്തരം പറഞ്ഞ് അന്തസ്സായിട്ട് ജീവിക്കുന്ന ഒരാളാണ്. പക്ഷേ ഈ ഉണ്ണി ഇപ്പോൾ പറഞ്ഞ സെൻറ്റൻസുകളിൽ ഒരു ചെറിയൊരു ഭീഷണിയുടെ ഒരു സ്വരമില്ലേ? അയ്യോ, എനിക്ക് എന്ത് ഭീഷണി ചെയ്യേണ്ടത് പണ്ടേ ചെയ്ത് തന്നെ. പക്ഷെ അങ്ങനെയൊന്നും അല്ലല്ലോ സംഭവം. ഞാൻ പറഞ്ഞു വന്നത് നമുക്ക് ഐഡിയാസ് ഒരുപാട് കിട്ടുന്നത്. വൈ ഐ ആം സോ ഡയറക്റ്റ് എന്ന് വെച്ചാൽ ഞാനൊരാൾക്ക് അതിന് വേണ്ടി അങ്ങനെ ചിന്തിക്കുന്ന ആളല്ല എന്ന് ഞാൻ പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾ തെറി പറഞ്ഞു എന്ന് പറയില്ലേ, ഇത്രയും കാര്യങ്ങൾ ഇങ്ങനെ തന്നെ ഡീൽ ചെയ്യേണ്ടത്. ഇതിനേക്കാളും ഭംഗിയായിട്ട് ഡീൽ ചെയ്യാൻ പറ്റില്ല. എനിക്ക് തോന്നിയത് തെറ്റാന്ന് പറഞ്ഞാൽ തെറ്റാന്ന് വിളിച്ചു പറഞ്ഞു. നിങ്ങൾ അപ്പോഴും ഞാനിപ്പോൾ വർഷങ്ങൾക്ക് ശേഷം ഭീഷണി പറയും നിങ്ങൾ പറയുന്നു. ആ ഫോണിൽ എനിക്ക് ഈ വീഡിയോ ലീക്ക് ചെയ്താൽ നിങ്ങളുടെ കരിയർ എന്താവുന്നു, അത് നിങ്ങൾക്ക് ഭീഷണിയായിട്ട് തോന്നിയില്ല? അല്ല, അത് ഞാൻ പറയുന്നത് ഡെഫിനറ്റ്ലി അതാ പറയുന്നത്. ഇതിലിപ്പോൾ ആരും ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ഇപ്പോൾ പുള്ളി എവിടെയെങ്കിലും പോയി തട്ടിമുട്ടി വീണ് കഴിഞ്ഞാൽ എൻ്റെ തലത്തിൽ തന്നെ വരും, അത് വേറെ കാര്യം. പക്ഷെ അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത് ദർ ആർ ടു മെനി വേസ് ടു ഹാൻഡിൽ തിങ്സ് എന്ന് വെച്ചാൽ അതിലേക്ക് പോകാതെ ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ കാര്യങ്ങൾ അതാ പറയണേ. എൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ പറയാണ് ഞാൻ ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ അപ്പോൾ വിശ്വസിച്ചാൽ മതി എന്നാണ്. എനിക്ക് വേണ്ടി ഞാൻ ഒരാളെ ഒരു സ്പീക്കറിനെയോ അല്ലെങ്കിൽ ഒരു ആളെ വെച്ചിട്ടില്ല. ഞാൻ സിനിമയായിട്ട് തന്നെ കാണാൻ ആഗ്രഹിക്കുന്നത്. ഈ ജയഗണേഷ് എന്ന സിനിമ നിങ്ങൾ ഏപ്രിൽ 11-ാം തീയതി കുടുംബസമേതം പോയി സുഖമായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിലൊന്നും തോന്നാൻ പോകുന്നില്ല. സിനിമയുടെ എൻ്റെ ഏറ്റവും നല്ല പ്രൊഡക്ഷനിൽ വരുന്ന സിനിമയാണ്. ഏറ്റവും നല്ല ടെക്നീഷ്യൻസ് ഇതിൽ വർക്ക് ചെയ്ത സിനിമയാണ്. ഇതിൻ്റെ സിനിമയുടെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഞാനിപ്പോൾ പറഞ്ഞ ഭാഷ ഇവർക്ക് മനസ്സിലാവുന്ന ഭാഷയാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ പറയുമ്പോഴും നിങ്ങൾ പറഞ്ഞല്ലോ അതിലൊരു ഭീഷണി ഉണ്ടെന്ന്. ഭീഷണിയൊന്നുമില്ല. ഞാൻ പറഞ്ഞ ഭീഷണിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി ഫോൺ ചെയ്ത് പറഞ്ഞു കഴിഞ്ഞ് നാട്ടുകാർ കേട്ട് കഴിഞ്ഞു. അതിൻ്റെ ആ ലൈനിലല്ല നിൽക്കുന്നത്. ബട്ട് യു ഗെറ്റ് എ ലോട്ട് ഓഫ് ഐഡിയാസ്. എന്തിനാണ് ഉണ്ണി ഇൻവോൾവ് ആവുന്നതെന്ന് പറയുമ്പോൾ ഞാൻ ഇൻവോൾവ് ആയാലും ഇതിങ്ങനെ നിൽക്കുള്ളൂ. ഇപ്പോൾ എനിക്ക് വേണ്ടി സംസാരിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട്. നിങ്ങൾ പറയുന്നത് സപ്പോർട്ട് ചെയ്യാൻ എല്ലാവരും ഉണ്ടല്ലോ, അവിടെയുണ്ട് ഇവിടെയുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് നിങ്ങൾ ഉപയോഗിക്കുന്ന പോർട്ടലിൻ്റെ പവർ, നിങ്ങളിപ്പോൾ ഒരു സ്ഥാനത്ത് ഇരിക്കുകയാണല്ലോ. അപ്പോൾ നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം കിട്ടുന്ന എന്തിനാണെന്നാണ് അറിയോ? ഈ സ്ഥാനത്തിനൊരു റെസ്പെക്റ്റ് ഉണ്ട്. അതാണ് മറുപടി വന്നുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ വെറുതെ ചുമ്മാ സ്ഥലത്ത് പോകുമ്പോൾ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയില്ല. ദാറ്റ്സ് വാട്ട് ഐ എം സെയിങ്. ഒരു ക്യാമറയുടെ മുന്നിൽ ഇരുന്നിട്ട് ഇന്നത്തെ ഈ ടെക് യുഗത്തിൽ നിങ്ങൾ പല കാര്യങ്ങളും ഇങ്ങനെ ചുമ്മാ അടിച്ചു വിടുമ്പോൾ യു കം അക്രോസ് ആസ് വെരി ഇൻസെൻസിറ്റീവ്. അതിൽ സത്യാവസ്ഥ നിങ്ങൾ പ്രൂവ് ചെയ്യും. നിങ്ങൾ ഒരു ഇന്ന വ്യക്തിയാണെന്ന് പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയുമ്പോൾ ഐ ഫീൽ ഇറ്റ് ഈസ് സോ അൺകോൾഡ് ഫോർ.